ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു FT അക്കാഡമി. എൻ്റെ പേര് ഹരിപ്രസാദ്. ഞാനാണ് നിങ്ങളുടെ വിർച്വൽ ട്യൂട്ടർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. സോ അതിനു മുമ്പ് എന്താണ് ബൂട്ടബിൾ പെൻഡ്രൈവ് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. സാധാരണ നമ്മൾ ഇൻസ്റ്റലേഷന് വേണ്ടി യൂസ് ചെയ്യാറ് CD അല്ലെങ്കിൽ DVD ആണ്. അപ്പോൾ ഈ ഡിസ്കിനകത്ത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇമേജ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്ക് പിന്നെ നിങ്ങൾക്ക് വേറെ ആവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഏതൊരു ഡിസ്ക് ആണെങ്കിലും അതിൽ നമുക്ക് ഒരു തവണ മാത്രമേ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ടൈം റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസ്കുകൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് കൂടുതൽ എമൗണ്ട് നമുക്ക് വെറുതെ ചിലവാകും. അപ്പോൾ ഈ കാര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാം ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ബൂട്ടബിൾ പെൻഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ പെൻഡ്രൈവിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ബൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ പെൻഡ്രൈവ് സാധാരണ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നമുക്ക് ജസ്റ്റ് നോക്കാം, FAT32 ഫോർമാറ്റിലാണ്. സോ FAT32 ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ഒരു ഫയൽ സിസ്റ്റമാണ് FAT32. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ഒരു ഫയൽ സിസ്റ്റമാണ് NTFS. എല്ലാ പെൻഡ്രൈവുകളും സാധാരണ FAT32 ഫോർമാറ്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഡ്രൈവുകളും നമ്മൾ ഫോർമാറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് നമ്മളെല്ലാ ഡ്രൈവുകളും NTFS ഫോർമാറ്റിലാണ് ഫോർമാറ്റ് ചെയ്ത് യൂസ് ചെയ്യാറ്. അപ്പോൾ NTFSനകത്ത് മാത്രമേ നമുക്ക് ഒരു മീഡിയ ബൂട്ട് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും FAT32 ഒക്കെ പണ്ട് നമ്മൾ ചെറിയ ചെറിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അവയ്ക്കൊന്നും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബൂട്ട് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പെൻ ഡ്രൈവിനെ ആദ്യം NTFS ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം അതിനെ ആക്റ്റീവ് മോഡിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കാരണം ഒരു ആക്റ്റീവ് പാർട്ടീഷൻ മാത്രമേ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബൂട്ട് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന പാർട്ടീഷൻ പ്രൈമറി പാർട്ടീഷൻ ആയിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം പാർട്ടീഷൻ രണ്ട് ടൈപ്പാണുള്ളത്, പ്രൈമറി ആൻഡ് എക്സ്റ്റൻഡ്. അതിൽ പ്രൈമറി പാർട്ടീഷന് മാത്രമേ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ സെറ്റിംഗ്സും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ വരുന്നുണ്ട്. അതിനെ കമ്പ്യൂട്ടർ മാനേജ്മെന്റ് എന്നാണ് പറയുക. കമ്പ്യൂട്ടർ മാനേജ്മെന്റ് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് മൈ കമ്പ്യൂട്ടറിന് മുകളിൽ കമ്പ്യൂട്ടറിന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഐക്കണിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ മാനേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓപ്പൺ ആയി വരുന്ന വിൻഡോനാണ് നമ്മൾ കമ്പ്യൂട്ടർ മാനേജ്മെന്റ് വിൻഡോ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. അത് നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് ഡിവൈസ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന മുഴുവൻ ഡിവൈസിന്റെ ഡീറ്റെയിൽസ് അതിൽ വന്നിട്ടുണ്ടാവും, അഡാപ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും. അതേപോലെ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് ഡിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടൂളാണ്. സോ ഡിസ്ക് മാനേജ്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുഴുവൻ കണക്ട് ചെയ്തിരിക്കുന്ന മുഴുവൻ ഹാർഡ് ഡിസ്കിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസും അതേപോലെ ഹാർഡ് ഡിസ്കിനകത്ത് പെൻഡ്രൈവിനകത്തുള്ള മുഴുവൻ പാർട്ടീഷൻ്റെ ഇൻഫർമേഷൻസും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാർട്ടീഷൻ്റെയും ഹാർഡ് ഡിസ്കിൻ്റെയും മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. അതെന്ത് ഫോർമാറ്റിലാണ്, അതെന്ത് ഫയൽ സിസ്റ്റത്തിനാണുള്ളത്, അതിൽ എത്ര പാർട്ടീഷൻസ് ഉണ്ട്, ഓരോ പാർട്ടീഷൻ്റെയും സ്ഥിതി എന്താണ്, അത് ആക്റ്റീവ് ആണോ, പ്രൈമറി ആണോ, എക്സ്റ്റൻഡ് ആണോ, ലോജിക്കലാണോ, തുടങ്ങിയുള്ള മുഴുവൻ ഇൻഫർമേഷൻ, എത്ര സൈസ് ഉണ്ട്, അതിൽ എത്ര ഫ്രീ ഉണ്ട്, എത്രത്തോളം പെർസെൻറ്റേജ് യൂസ്ഡ് ആണ്, എന്തെങ്കിലും പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ തുടങ്ങിയിട്ടുള്ള ഒരു വിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു പാർട്ടീഷനെ പറ്റിയോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിനെ പറ്റിയോ പെൻഡ്രൈവിനെ പറ്റിയോ ഇതിൽ മുഴുവൻ കാര്യങ്ങളും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഏതൊക്കെ സ്റ്റെപ്പുകൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് നോക്കി നോക്കാം. അതിനുശേഷം ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മുടെ പെൻഡ്രൈവ് വരുന്നത് FAT32 ഫോർമാറ്റിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ കമ്പ്യൂട്ടർ മാനേജ്മെന്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളെ പെൻഡ്രൈവ് J ആണ്. സോ അത് FAT32 ഫോർമാറ്റിലാണുള്ളത്. ഓൾറെഡി ഹെൽത്തി ആണ്, ദെൻ ആക്റ്റീവ് പാർട്ടീഷൻ ആണ്, പ്രൈമറി പാർട്ടീഷനുമാണ്. സോ നമ്മളെ കേസിൽ നമുക്ക് വേണ്ടത് ബൂട്ടബിൾ എന്ന് പറയുന്ന പെൻഡ്രൈവിന്റെ കണ്ടീഷനിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ആ പെൻഡ്രൈവ് NTFS ഫോർമാറ്റിലായിരിക്കണം, FAT32 അതേപോലെ അത് ആക്റ്റീവ് ആയിരിക്കണം, പ്രൈമറി പാർട്ടീഷനും ആയിരിക്കണം. ലോജിക്കൽ ഡ്രൈവ്സോ മറ്റു ഡ്രൈവ്സിനൊന്നും ബൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. സോ നമുക്കതിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുള്ള FAT32 ഉള്ള നമ്മളെ പെൻഡ്രൈവിനെ NTFSലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം അതിനെ ആക്റ്റീവ് ആക്കണം. ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൈമറി പാർട്ടീഷനായിട്ടും ആയിരിക്കണം. സോ നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. കാരണം അതിൽ ഡിസ്ക് പാർട്ടീഷൻ ടൂൾ ഉണ്ട്. ആ ഡിസ്ക് പാർട്ടീഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. സോ അതിന് എന്ത് ചെയ്യുന്ന സ്റ്റാർട്ട് മെനുവിൽ പോവുക, ജസ്റ്റ് സെർച്ച് ഓപ്ഷനകത്ത് CMD എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് വിൻഡോ വരും. അതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് ഉള്ള കമാൻഡ് പ്രോംപ്റ്റ് വരും. അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് ഉണ്ടോ ഇല്ലയോ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിന്റെ പുറത്ത് ലൊക്കേഷൻ സിയിൽ വിൻഡോസിൽ സിസ്റ്റം 32 ആയിരിക്കും. ഇങ്ങനെ വരുന്ന എല്ലാ കമാൻഡ് പ്രോംപ്റ്റും അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് ഉള്ളതായിരിക്കും.
സോ നിങ്ങൾ എവിടെ ഈ രീതിയിലൊരു കമാൻഡ് പ്രോംപ്റ്റ് കാണുകയാണെങ്കിലും അത് അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജോട് കൂടിയിട്ടുള്ള കമാൻഡ് പ്രോംപ്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഡിസ്ക് പാർട്ടീഷൻ ടൂളിനകത്ത് കയറണം. കാരണം ഡിസ്ക് പാർട്ടീഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പോൾ ഉള്ള പാർട്ടീഷനെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നതും പുതിയ പാർട്ടീഷനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതും അതിനുശേഷം ആ പാർട്ടീഷനെ ആക്റ്റീവ് പാർട്ടീഷനായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നതും. അതിന് ഡിസ്ക് പാർട്ടീഷൻ ടൂൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡിസ്ക് പാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് ക്യാപിറ്റലോ സ്മോളോ എന്തായാലും കുഴപ്പമില്ല, ജസ്റ്റ് ഡിസ്ക് പാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഡിസ്ക് പാർട്ടീഷൻ ടൂളിനകത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡിസ്ക് പാർട്ട് എന്നായിട്ടുണ്ടാവും നമ്മളെ ലൊക്കേഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ ജസ്റ്റ് ഡിസ്ക് പാർട്ടീഷൻ ടൂളിൽ വരിക, അവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഡിസ്ക് എന്ന് കൊടുക്കുക. സോ ലിസ്റ്റ് ഡിസ്ക് നമ്മൾ കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റത്തിനകത്ത് കണ്ടു ചെയ്തിരിക്കുന്ന മുഴുവൻ ഹാർഡ് ഡിസ്കിനെയും മുഴുവൻ സ്റ്റോറേജ് യൂണിറ്റിൻ്റെയും ഡീറ്റെയിൽസ് കാണാൻ പറ്റും. സോ അതിൽ 0 എന്ന് പറയുന്ന ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്, അത് 500 GB ആണ്. അതേപോലെ ഇതിനകത്തൊരു ഡിസ്ക് 1 എന്ന് പറയുന്ന ഒരു 1000 GB, അതായത് 1 TB ഹാർഡ് ഡിസ്ക് ഉണ്ട്. അതിൻ്റെ പുറത്ത് ഡിസ്ക് 2 എന്ന് പറയുന്ന ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള എൻ്റെ HP-യുടെ 14 GB പെൻഡ്രൈവും കണ്ടതാണ്. സോ എനിക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഡ്രൈവ് എന്ന് പറയുന്നത് ഡിസ്ക് 2 ആണ്. അപ്പോൾ അതിനെ എനിക്ക് സെലക്ട് ചെയ്യണം. സോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ഡിസ്ക് 2 എന്ന് കൊടുക്കുക. കാരണം എനിക്ക് സെക്കൻഡ് ഡിസ്ക് ആണ്, എനിക്ക് സെക്കൻഡ് ഡിസ്ക് ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോ സെലക്ട് സ്പേസ് ഡിസ്ക് സ്പേസ് 2 എന്ന് കൊടുക്കുക. ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളോട് അവിടെ മെസ്സേജ് കാണിക്കും, നിങ്ങളുടെ ഡിസ്ക് 2 ഈസ് നൗ സെലക്റ്റഡ്. അതായത് നമ്മുടെ ഡിസ്ക് 2 എന്ന് പറയുന്ന നമ്മളെ പെൻഡ്രൈവ് ഇപ്പം സെലക്റ്റഡ് ആണ്. ഇനി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പെൻഡ്രൈവിലുള്ള മുഴുവൻ കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യണം. സോ അതിന് ജസ്റ്റ് ക്ലീൻ എന്ന് ടൈപ്പ് ചെയ്യുക, CLEAN. സോ ക്ലീൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പം ഡിസ്ക് പാർട്ട് സക്സീഡഡ് ഇൻ ക്ലീനിങ് ദ ഡിസ്ക്. അതായത് നമ്മളെ പെൻഡ്രൈവ് ഇപ്പോൾ ഡിസ്ക് പാർട്ട് എന്ന് പറയുന്ന ടൂള് കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് മൈ കമ്പ്യൂട്ടർ വിൻഡോയിൽ പോയി നോക്കാം. അപ്പോൾ നമ്മളെ ഇത് കാണുന്നുണ്ടോ എന്ന് അവിടെ നോക്കാം. സോ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളെ റിമൂവബിൾ ഡിസ്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനോ യൂസബിളോ ആയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കില്ല. കാരണം ഓൾറെഡി അതിലുള്ള എല്ലാ പാർട്ടീഷനും മുഴുവൻ ഡാറ്റയും മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ ക്ലീൻ ചെയ്തിരിക്കുന്ന ഈ ഡിസ്കിനെ നമ്മളെ ആവശ്യപ്രകാരമുള്ള ഒരു ഡിസ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഡിസ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം OS ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മളെ പ്രൈമറി പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് create space partition space primary. So create partition space primary അടിക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഡിസ്ക് പാർട്ടീഷൻ ടൂൾ ഒരു പ്രൈമറി പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ പ്രൈമറി പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൈമറി പാർട്ടീഷനകത്ത് നമുക്കൊരു ഫയൽ സിസ്റ്റം ജനറേറ്റ് ചെയ്യണം. ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാർട്ടീഷനകത്ത് എങ്ങനെ ഫയലുകൾ അടുക്കി വെക്കുന്നു എന്നുള്ള കമ്പ്യൂട്ടറിന്റെ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് NTFS പാർട്ടീഷൻ ആണ്. അപ്പോൾ നമ്മൾ NTFS പാർട്ടീഷൻ ആണ് വേണ്ടതെന്നുള്ളത് സിസ്റ്റത്തിനോട് പറഞ്ഞു കൊടുക്കണം. സോ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോർമാറ്റ് സ്പേസ് FS, അതായത് ഫയൽ സിസ്റ്റം ഈക്വൽ ടു NTFS സ്പേസ് ക്വിക്ക്, അതായത് സ്പീഡിൽ ഫോർമാറ്റ് ആവണം. നമുക്ക് ഒരുപാട് സമയം എടുത്ത് ഫോർമാറ്റ് ചെയ്ത് 2 ടൈപ്പ് ഫോർമാറ്റിംഗ് ആണുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് സമയം എടുത്ത് തറവായിട്ട് കംപ്ലീറ്റ് നിങ്ങളുടെ ഡ്രൈവ് വൈപ്പ് ചെയ്തുകൊണ്ട് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടി കളയുന്ന പോലെ തട്ടി കളഞ്ഞിട്ട് സ്പീഡിൽ ഒന്ന് എന്ത് ചെയ്യും, ഫോർമാറ്റ് ചെയ്യും. സോ നമ്മളെ കേസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ആയി കിട്ടിയാൽ മതി, അത് സ്പീഡിൽ നടന്നാൽ മതി, കംപ്ലീറ്റ് കാര്യങ്ങൾ വൈപ്പ് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ വൈപ്പിംഗ് എന്താ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ നോക്കാം. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഓപ്ഷൻ ആണ്. സോ അതെന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ നോക്കാം. ഇപ്പോൾ നമ്മളെ കേസിൽ ജസ്റ്റ് ക്വിക്ക് കൊടുക്കുക, ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഫോർമാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വെറുതെ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യുന്ന സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്ക് പാർട്ടീഷൻ ടൂള് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് അധികം സമയം എടുക്കില്ല, ഒരു 10-15 സെക്കൻഡ് മാക്സിമം പോയാൽ അത്രേ എടുക്കുള്ളൂ. സോ നമ്മളെ പാർട്ടീഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് അതിനെ ആക്റ്റീവായിട്ട് സെലക്ട് ചെയ്യണം. സോ ജസ്റ്റ് ആക്റ്റീവ് എന്ന് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മളെ പാർട്ടീഷൻ എന്താവും എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പാർട്ടീഷനായിട്ട് ഡിഫൈൻ ആവും. സോ നമ്മൾ ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക് പാർട്ടീഷൻ മേക്ക് ദ കറണ്ട് പാർട്ടീഷൻ ആസ് ആക്റ്റീവ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പെൻഡ്രൈവിനെ NTFS ഫോർമാറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പെൻഡ്രൈവിനെ ഒരു ആക്റ്റീവ് പാർട്ടീഷനായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മളെ പെൻഡ്രൈവ് ബൂട്ടബിൾ ആണ്.
ഇനി നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള OSന്റെ ഫയലുകൾ ഇതിലേക്ക് കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ പെൻ ഡ്രൈവ് ബൂട്ട് ചെയ്യും. ഇനി നമുക്ക് ചില സമയങ്ങളിൽ ഇവിടെ വെറുതെ ആക്റ്റീവ് അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എറർ കാണിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും പാർട്ടീഷൻ സെലക്റ്റഡ് അല്ല എന്ന് പറഞ്ഞിട്ട് എറർ കാണിക്കുകയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എറർ ഒന്നും കാണിച്ചിട്ടില്ല, ആക്റ്റീവായി നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ പോലെ ഡിസ്ക് പാർട്ടീഷൻ മേക്ക് ദ കറണ്ട് പാർട്ടീഷൻ ആസ് ആക്റ്റീവ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും എറർ ഇവിടെ ഇത് കാണിക്കാതെ നിങ്ങൾക്ക് പകരം എററാണ് കാണിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. അപ്പൊ അങ്ങനെ ഇപ്പൊ പാർട്ടീഷൻ സെലക്റ്റഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു എറർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലിസ്റ്റ് സ്പേസ് പാർട്ടീഷൻ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മളെ ടോട്ടൽ പാർട്ടീഷൻ ഇതിൽ കാണിക്കും. ദെൻ എന്ത് ചെയ്യുക, സെലക്ട് പാർട്ടീഷൻ സ്പേസ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പാർട്ടീഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദാറ്റ് മീൻസ് 1. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആക്റ്റീവ് എന്ന് പറഞ്ഞ കമാൻഡ് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാർട്ടീഷൻ അവർ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ആക്റ്റീവായിട്ട് സെറ്റ് ചെയ്യും. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ തന്നെയാണോ ഇപ്പം പെൻഡ്രൈവ് കിടക്കുന്നത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിനെന്ത് ചെയ്യുന്നതാണ്, മൈ കമ്പ്യൂട്ടറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മാനേജ് എടുക്കുക. then എന്ത് ചെയ്യുക, ഡിസ്ക് മാനേജ്മെന്റ് ടൂളിൽ പോവുക. അവിടെ നിങ്ങളെ പെൻഡ്രൈവിന്റെ ഡ്രൈവ് ലെറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് മൈ കമ്പ്യൂട്ടറിൽ പോയി നോക്കിയാൽ കാണാം. അത് ജെ ആണ്. സോ ജെ എന്ന് പറയുന്ന ഡ്രൈവാണ് നമ്മളെ പാർട്ടീഷൻ പെൻഡ്രൈവ്. ഈ പെൻഡ്രൈവ് നിൽക്കുന്നത് ഇപ്പോൾ NTFS-ലാണ്, അത് ആക്റ്റീവ് ആണ്. മാത്രമല്ല അത് പ്രൈമറി പാർട്ടീഷനുമാണ്. അതായത് നമ്മളെ പെൻഡ്രൈവ് ഇപ്പം ബൂട്ടബിൾ കണ്ടീഷനിലാണുള്ളത്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫയല് ജസ്റ്റ് പെൻഡ്രൈവിനകത്തേക്ക് കോപ്പി ചെയ്തിട്ടാൽ മാത്രം മതി, ആ OS ബൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, നമ്മളെ പെൻഡ്രൈവ് ഇപ്പോൾ ബൂട്ടബിൾ പെൻഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണോ അതിന്റെ ഡിസ്കോ അല്ലെങ്കിൽ ഇമേജ് ഫയലോ നമ്മളെ കയ്യിലുണ്ടാവണം. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ഫയൽ എന്നല്ല ഡിസ്കെന്നോ നമ്മൾ ആവശ്യമായിട്ടുള്ള ഫയലുകൾ പെൻഡ്രൈവിനകത്തേക്ക് കോപ്പി ചെയ്തിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മളെ കേസിൽ നമുക്കിപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് Windows 10 ആണ്. അപ്പോൾ Windows 10ന്റെ ഇമേജ് ഫയൽ നിങ്ങൾക്ക് വിൻഡോസിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി Windows 10 മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ അവർ റിലീസ് ചെയ്തിരിക്കുന്ന പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ട്രയൽ ഇമേജുകളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന Windows 10 90 ഡേയ്സ് ട്രയലാണ്. സോ 90 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയി പോകും. അതിനുശേഷം നമ്മൾ വേണമെങ്കിൽ പെയ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾ ഇനി ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡിസ്കോ അല്ലെങ്കിൽ ഇമേജ് ഫയലോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. സോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയലിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് Windows 10ന്റെ ട്രയൽ വേർഷൻ ആണ്. 90 ഡേയ്സ് ട്രയൽ ആണ്. ഇത് ഞാൻ ഒരു തവണ വിൻഡോസിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് മൈക്രോസോഫ്റ്റിന്റെ സൈറ്റിൽ ട്രയൽ വേർഷന്റെ സെക്ഷനിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഫയൽ ഇൻസ്റ്റലേഷൻ ഇമേജ് എടുക്കുക. എന്നിട്ട് നിങ്ങളെ സിസ്റ്റത്തിനകത്ത് WinRAR എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിരിക്കണം. WinRAR ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫയൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ട് ഫയൽ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക, നമ്മളെ പെൻഡ്രൈവ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഫയൽ എക്സ്ട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പെൻഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് OS ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള ഒരു അടുത്ത നമ്മളെ ട്യൂട്ടോറിയലിനകത്ത് എങ്ങനെയാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരും. അത് പെൻഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ ട്യൂട്ടോറിയൽ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബ് വീഡിയോയുടെ അണ്ടറിലുള്ള എല്ലാ കമൻറ്റുകളും താൽക്കാലികമായിട്ട് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാനും ബാക്കിയുള്ള എല്ലാ കാര്യവും എളുപ്പമാവാനും വേണ്ടിയിട്ട്, പേജൊക്കെ പെട്ടെന്ന് ലോഡ് ചെയ്യാനും കാര്യങ്ങൾ എളുപ്പമാവാനും വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതേ വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ പേരിലുള്ളൊരു പോസ്റ്റ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് www.freedomtigers.co.in. അപ്പോൾ എങ്ങനെ ഒരു HTC Desire 826 റൂട്ട് ചെയ്യാന്നുള്ള ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ട്യൂട്ടോറിയലെങ്കിൽ ആ ഒരു പോസ്റ്റ് ഓപ്പൺ ചെയ്യുക. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം കമൻറ്റ് ചെയ്യാനുള്ള സെക്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് റൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ആഡ് ചെയ്താൽ മതി. നിങ്ങൾ കമൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള റിപ്ലൈ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ മോഡറേറ്റേഴ്സ് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഡൗട്ട് കാര്യങ്ങളൊക്കെ അവിടെ ഈസി ആയിട്ട് പോസ്റ്റ് ചെയ്യാം.
അപ്പോൾ ഞാൻ ഈ വീഡിയോ ട്യൂട്ടോറിയൽ യൂസ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ എന്തൊക്കെ കമാൻഡുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതിനെന്തൊക്കെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇനി അതെങ്ങനെ കിട്ടും എന്നുള്ള അതിൻ്റെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്കുകൾ, എന്തൊക്കെ സർവീസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത ട്യൂട്ടോറിയൽ വീണ്ടും കാണാം. ബൈ.